അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 25-ാം യൂണിറ്റിലെ ഹാഫിസ് ഇബ്രാഹിമിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. 1871 അദ്ദേഹം മിസ്രിലാണ് ജനിക്കുന്നത്. മിസ്രിലെ വളരെ അധികം അറിയപ്പെട്ടുള്ള ഒരു പോയിറ്റ് കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള പേര് മുഹമ്മദ് ഹാഫിദ് ബിനു ഇബ്രാഹിം ഫഹ്മി എന്നാണ്. മദ്രസത്തുൽ ഇഹ്യാ വൽ ബഹ്സ് അഥവാ ക്ലാസിക്കീയത്തിലെ ഒരു വളരെയധികം പ്രശസ്തനായിട്ടുള്ള ടോപ്പായിട്ടുള്ള ഒരു കവി കൂടിയാണ് അദ്ദേഹം. അമീർ ഷുആറായിട്ടുള്ള അഹമ്മദ് ഷൗക്കിയൊക്കെ ആ ഒരു ക്ലാസിക്കീയത്തിലാണുള്ളത്. അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനപ്പേരുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടുള്ള ഒരു സ്ഥാനപ്പേരായിരുന്നു ഷായറുൻ നെയിൽ എന്നുള്ളത്. 1871 അദ്ദേഹം ഈ നെയിൽ നദിയുടെ തീരത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു മിസ്രിയും അദ്ദേഹത്തിന്റെ ഉമ്മ തുർക്കിയുമാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ തന്നെ, അദ്ദേഹത്തിന്റെ 4-ാം വയസ്സിൽ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുന്നുണ്ട്. അതിനുശേഷം ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിനെയും കൊണ്ട് മിസ്രിൽ നിന്ന് കൈറോയിലേക്ക് പോവുകയായിരുന്നു. കൈറോയിൽ അവരുടെ സഹോദരൻ അഥവാ ഇദ്ദേഹത്തിന്റെ അമ്മാവന്റെ അടുക്കൽ നിൽക്കുകയായിരുന്നു അവര്. പിന്നീട് ഇദ്ദേഹം വളരുന്നതെല്ലാം ഈ ഒരു അമ്മാവന്റെ വീട്ടിലാണ്. പിന്നീട് അദ്ദേഹം അമ്മാവനോട് കൂടെ ത്വൻഹ എന്നുള്ള പട്ടണത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ പ്രൈമറി സെക്കൻഡറി പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി. പിന്നീട് വളർന്ന് വലുതായപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ സെക്കൻഡറി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്നെ ഇങ്ങനെ പരിചരിക്കുക എന്നുള്ളത് അമ്മാവൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അമ്മാവൻ എന്താണ്, അദ്ദേഹത്തിന്റെ ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അദ്ദേഹം മസ്ഹാത്ത് തെൻലീമിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ്, നമ്മളെ പരിചരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ജോലി എടുക്കാൻ തീരുമാനിച്ചു. അന്ന് കാലത്ത് ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാതിരുന്ന മിഹനത്തു മഹാമാത്ത് അഥവാ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള വക്കീലായിട്ടുള്ള ഒരു പണി, ആ ഒരു പണിയിലേക്ക് അദ്ദേഹം പോയി. പക്ഷേ ഓരോ കാലങ്ങളിലും എന്താണ്, അദ്ദേഹം വ്യത്യസ്തമായിട്ടുള്ള ഓഫീസുകളിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ, ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഈ ഒരു ജോലി മടുത്തു. പിന്നീട് അദ്ദേഹം അസ്കരിയ അഥവാ മിലിറ്ററി ജീവിതം, അദ്ദേഹം ഒരു മിലിറ്ററി സർവീസിലേക്ക് പോയി. അങ്ങനെ 1888 അദ്ദേഹം മദ്രസത്തുൽ ഹർബിയ അവിടെ ചേരുകയായിരുന്നു. 2 വർഷത്തെ പഠനത്തിന് ശേഷം 1891 അദ്ദേഹം മലാസിം ആം എന്ന് പറയുന്ന ഒരു പദവിയോടുകൂടെ മിലിറ്ററി സ്ഥാപനത്തിൽ നിന്ന് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിട്ട് ഇറങ്ങി. അങ്ങനെ അദ്ദേഹം ഈ ഒരു മിസ്രി മിലിറ്ററിയോടുകൂടെ, ഈജിപ്ഷ്യൻ മിലിറ്ററിയോടുകൂടെ സുഡാനിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയുണ്ടായി. സുഡാനിൽ അദ്ദേഹത്തിന് അത്ര നല്ല ജീവിതം ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹം ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട്. അത്തരത്തിൽ ഒരുപാട് നിയമ നടപടികൾക്കും അദ്ദേഹം വിധേയനാവുന്നുണ്ട്. പിന്നീട് അദ്ദേഹം വളരെ ചെറിയ സാലറിയിൽ തന്നെ റിട്ടയർ ആവുകയും ചെയ്തു. അഥവാ അദ്ദേഹത്തിന്റെ ആ ഒരു മിലിറ്ററി ജീവിതവും അത്ര നല്ല ജീവിതമൊന്നും ആയിരുന്നില്ല. പിന്നീട് അദ്ദേഹം മിസ്രിലേക്കും കുവൈത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. പിന്നീട് അദ്ദേഹം അവിടെ വെച്ച് മുഹമ്മദ് അബ്ദുവിനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതുകയും അദ്ദേഹത്തിന്റെ കവിതകൾ ജനങ്ങളുടെ ഇടയിൽ ഫേമസ് ആവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിന്റെ തന്നെ ഒരു കവിയായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹം ആളുകളുടെ നീതികൾക്കും അവകാശങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ അദ്ദേഹം പ്രതികരിച്ചു. 1911 കിസ്മുൽ അദബി ഫി ദാരിൽ കുതുബിൽ മിസ്രിയ അതിന്റെ പ്രസിഡന്റായിട്ട് അദ്ദേഹം ചുമതലയേറ്റു. പിന്നീട് ഒരുപാട് സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ദാറുൽ കുതുബിന്റെ ഏജന്റായിട്ട്, വക്കീലായിട്ട് വരെ അദ്ദേഹം ആവുന്നുണ്ട്. പിന്നീട് 1912 അദ്ദേഹത്തിന് ബക്കവിയ എന്നുള്ള സ്ഥാനവും ലഭിക്കുന്നുണ്ട്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിത നിലവാരം കുറച്ചുകൂടെ മെച്ചപ്പെടുന്നുണ്ട്. ഹാഫിദ് ഇബ്രാഹിം വളരെയധികം നല്ലൊരു കൾച്ചറുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രൈമറി സെക്കൻഡറി പഠനം, അതേപോലെ തന്നെ അദ്ദേഹം മിലിറ്ററി കോളേജിലും പഠിച്ചു. ഇതല്ലാതെ അദ്ദേഹത്തിന് ഈ ഒരു സാഹിത്യ മേഖലയിൽ അത്രയേറെ പഠിപ്പും വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കൽ കൊണ്ട്, കസ്റത്തുൽ മുതാലാത്ത് കൊണ്ട് അദ്ദേഹം ഈ ഒരു വിദ്യാഭ്യാസമില്ലായ്മയെല്ലാം മറികടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നല്ല ചിന്തിക്കുന്ന ആളുകളും ഒരുപാട് സാഹിത്യകാരന്മാരോടും കവികളോടും കൂടെ അദ്ദേഹം ഒരുപാട് വേദികളിൽ പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരുപാട് പരന്ന വായനയും അദ്ദേഹത്തിന്റെ ഈ വലിയ വലിയ ആളുകളുമായിട്ടുള്ള സംഭാഷണങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവിന്റെ ഉറവിടം. അദ്ദേഹം നല്ല രീതിയിൽ അറബി കൾച്ചറും അറബിയൊക്കെ അറിയുന്ന ആളൊന്നും ആയിരുന്നില്ല. അഹമ്മദ് അമീൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു തേനീച്ചയെ പോലെയായിരുന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂവുകളിൽ പോയി തേൻ നുകരുന്നത് പോലെ അദ്ദേഹം ഓരോ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി അവരുടെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെല്ലാം എടുത്തു. എന്നിട്ട് അതിൽ നിന്ന് നല്ലതൊക്കെ അദ്ദേഹം ഓർമ്മിച്ചു വെക്കുകയും ചെയ്തു.
അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിന് വളരെ ഷാർപ്പായിട്ടുള്ള സെൻസ് ഉണ്ട്. അതുപോലെ തന്നെ വളരെയധികം ദാനം ചെയ്യുകയും നല്ല നർമ്മവും അതുപോലെ തന്നെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ആളുമായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ പെട്ടെന്ന് മടുപ്പ് വരികയും പെട്ടെന്ന് ചാഞ്ചാടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തുണ്ടായിരുന്ന വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യകാരന്മാരുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന സാഹിത്യന്മാരുമായിട്ട് നല്ലൊരു ബന്ധം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് അഹമ്മദ് ഷൗക്കിയുമായിട്ട് അദ്ദേഹത്തിന് നല്ല സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. 1932 അദ്ദേഹം വഫാത്താവുന്നത് വരെ ഈ ഒരു ബന്ധം തുടരുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ആസാറുകൾ, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചെറിയ 3 വാള്യങ്ങളുള്ള ഒരു ദീവാന് തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലയാലി സതീഹ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ ക്രിറ്റിസിസത്തിൻ്റെ ഒരു ബുക്ക് കൂടെ അദ്ദേഹത്തിനുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ളതല്ല, അദ്ദേഹം ഫ്രഞ്ചിൽ നിന്ന് വിക്ടർ യൂഗയുടെ പാവങ്ങൾ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ആ നോവലിന് അദ്ദേഹം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം അറബി കൊടുത്തിട്ടുള്ള പേര് അൽ ബുഅസ എന്നുള്ളതാണ്. അതേപോലെ തന്നെ അൽ മൂജിസ് ഫി ഇഖ്തിസാദി സിയാസി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഖലീൽ മത്രാനോട് കൂടെ ചേർന്ന് ലോറി ബോറയുടെ കിതാബ് ഫറൻസി എന്നുള്ള ആ ഒരു ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള അൽ ലുഗത്തുൽ അറബിയ്യത്തു തൻഇ ഹല്ലഹ ബൈന അഹ്ലിഹ എന്ന് പറയുന്ന ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിത കൂടിയാണ്. ഈ ഒരു കവിതയിൽ അറബി ഭാഷ സ്വയം സംസാരിക്കുന്നത് പോലെയാണ്. അഥവാ ഇന്നത്തെ കാലത്ത് അറബികൾ തന്നെ പൊതുവെ ഇംഗ്ലീഷിലേക്കും അതേപോലെ തന്നെ അറബിയിലാണെങ്കിൽ തന്നെ നാടൻ അറബിയിലേക്കും മാറിയിട്ടുണ്ട്. നല്ല സാഹിത്യ അറബി ആരും സംസാരിക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഇന്നത്തെ കാലത്തുള്ള പുതിയ ടേമുകളും അതേപോലെ തന്നെ പുതിയ ഉപകരണങ്ങളുടെ പേരുകളൊന്നും ഈ അറബിയിൽ ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നൊരു കാരണം. അപ്പോൾ ഈ സാഹിത്യ അറബി ഇന്ന് ആരും ഉപയോഗിക്കാത്തത് കാരണത്താൽ അറബിയോട് തന്നെ ഇങ്ങനെ ചോദിക്കുന്ന രീതിയിലാണ് ഈ ഒരു കവിത മുന്നോട്ട് പോകുന്നത്. റജഅതു ലി നഫ്സി, ഞാൻ എൻ്റെ സ്വന്തം കാര്യം, ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഫതഹംതു ഹസ്വതി, എൻ്റെ ബുദ്ധിയെ ഞാൻ കുറ്റപ്പെടുത്തി, ഞാൻ എൻ്റെ അവസ്ഥയെ കുറ്റപ്പെടുത്തി. വനാദീതു ഖൗമി, ഞാൻ എൻ്റെ ജനങ്ങളെ അറബികളെ വിളിച്ചു, പക്ഷെ ആരും വിളി കേട്ടിട്ടില്ല. ഫഹ്തസബ്തു ഹയാത്തി, അന്നേരം ഞാൻ എൻ്റെ ജീവിതം എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ചെലവഴിക്കുകയും ചെയ്തു. റമൗനി ബിയോക്കുമിൻ ഫി ഷബാബി, ഞാൻ യുവതിയായിരിക്കലോട് കൂടെ തന്നെ, ഞാൻ യുവതിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മച്ചിയായി അഥവാ പ്രസവിക്കാത്തവളായിട്ട് എന്നെ ആരോപിച്ചു. അഥവാ എനിക്ക് മറ്റുള്ള പുതിയ ഉപകരണങ്ങളും പുതിയ ടേംസൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ കഴിയും, പക്ഷെ അതൊന്നും ഉണ്ടാക്കാൻ കഴിയാത്തവളാണ് എന്ന് അവരെന്നെ ആരോപിച്ചു. അതാണ് ഞാൻ യുവതിയായിരിക്കെ മച്ചിയായിട്ട് അവരെന്നെ ആരോപിച്ചു എന്ന് പറയുന്നത്. വലൈതനി അകിംതു, ഞാനെങ്ങാനും അങ്ങനെ ഒരു മച്ചിയായിരുന്നെങ്കിൽ ഫലം അജ്സ ലി കൗലി ഉദാത്തി, ഈ ശത്രുക്കളുടെ സംസാരത്തിന് ഞാൻ ഒരിക്കലും ടെൻഷൻ അടിക്കുമായിരുന്നില്ല. ഞാൻ അത്തരത്തിൽ ഇങ്ങനെ ഒരു മച്ചിയായിട്ടുള്ള ഒരു ഭാഷയായിട്ടുള്ളതാണെങ്കിൽ, ഇങ്ങനെ പുതിയ ടേമുകളൊന്നും എടുക്കാൻ കഴിയാത്ത ഒരു ഭാഷയായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ ഞാൻ നല്ല ഉഷാറാണ്, എന്നിട്ടും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ ശരിക്കും അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. വലത്തു, ഞാൻ ഒരുപാട് പ്രസവിച്ചിട്ടുണ്ട്, അഥവാ ഒരുപാട് അൽഫാദുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വലമ്മാലം അജിതലിയ റായിസി റിജാല, പക്ഷെ ഞാൻ എൻ്റെ പെൺമക്കൾക്ക് യോജിച്ചതായിട്ടുള്ള വരന്മാരെ അവരുടെ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ കഴിയാതിരുന്നപ്പോൾ, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് നല്ല അൽഫാദുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കാൻ ആരെയും കിട്ടാതിരുന്നപ്പോൾ, ബനാത്തി, ഞാൻ എൻ്റെ ഈ പെൺമക്കളെയെല്ലാം ജീവനോടുകൂടെ കുഴിച്ചു മൂടുകയും ചെയ്തു. അഥവാ ഈ ലഫ്ദുകളൊന്നും ആരും ഉപയോഗിക്കാനില്ലാത്തത് കൊണ്ട് ഈ ലഫ്ദുകളെയെല്ലാം ഞാൻ കുഴിച്ചു മൂടി. പിന്നീട് അറബി ഭാഷ പ്രതികരിക്കുകയാണ്, ഇവർ പറയുന്നത് ഞാൻ മച്ചിയാണെന്ന് പറയുന്നതൊന്നും ശരിയല്ല, അതൊക്കെ തെറ്റാണ്. കാരണം വസിഅതു കിതാബ് അല്ലാഹി ലഫ്ദൻ വഗായതൻ, അള്ളാഹുവിൻ്റെ കിതാബായിട്ടുള്ള ഖുർആൻ, ആ ഖുർആൻ്റെ അൽഫാദുകളും അതിൻ്റെ മാനകൾ, വായത്ത് എന്ന് പറഞ്ഞാൽ മാനകൾ, അതിൻ്റെ ആശയങ്ങൾക്കെല്ലാം ഞാൻ വിശാലമായിട്ടുണ്ട്. അഥവാ ഖുർആൻ വരെ അറബി ഭാഷയിലാണ് ഉണ്ടായിട്ടുള്ളത്. ആയൻ ബിഹി വൈലാത്തിൻ, ആ ഖുർആനുള്ള ഒരു ആയത്തിനോ ഒരു ഉപദേശത്തിനോ അതിലുള്ള ശർഈ ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നിനും ഞാൻ എന്തിട്ടില്ല, എടുക്കാക്കിയിട്ടില്ല. അഥവാ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള ഖുർആൻ വരെ എൻ്റെ ഈ ഒരു ഭാഷ കൊണ്ട് എൻ്റെ ഈ ഒരു ഭാഷയിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരാശയത്തിനും ഒരു ലഫ്ദ് എന്നിൽ നിന്ന് കിട്ടാതിരുന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നുള്ള ഈ ഒരു ടൂളുകൾ, ഉപകരണങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അതിനെ പേര് വെക്കാൻ എങ്ങനെയാണ് ഞാൻ എടുക്കാക്കുക? അഥവാ അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള ഖുർആൻ വരെ ഞാൻ വിശാലം ചെയ്തിട്ടുണ്ട്, ഖുർആൻ വരെ അറബി ഭാഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ അറബി ഭാഷയിൽ ഈ മനുഷ്യരുണ്ടാക്കുന്ന, അള്ളാഹു ഉണ്ടാക്കുന്ന ഖുർആൻ വരെ അറബി ഭാഷയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ മനുഷ്യരുണ്ടാക്കുന്ന ടൂളുകൾ, അതേപോലെ തന്നെ തൻസീഖ് അസ്മാഇൻ ലി മുഖ്തറാത്തിൻ, അവരുടെ കണ്ടുപിടുത്തങ്ങൾക്കുള്ള പേരുകൾ, അതൊക്കെ വെക്കാൻ ഈ അറബി ഭാഷ എങ്ങനെയാണ് യോഗ്യമല്ലാതിരിക്കുക?
അനൽ ബഹറു ഫി അഹ്ശാഇഹി ദുർറു കാമിനുൻ. ഒരുപാട് വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ ഉള്ളിലുള്ള ഒരു കടൽ പോലെയാണ്, ഒരു കടൽ തന്നെയാണ് ഞാൻ. ഫഹൽ സഅലുൽ ഗവ്വാസാൻ സ്വദഫാത്തി. എൻ്റെ മുത്തുകളെ കുറിച്ച്, എൻ്റെ ഉള്ളിലുള്ള മുത്തുകളെ കുറിച്ച് ഈ മുങ്ങി തപ്പുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അഥവാ ഞാൻ എന്താണ്, ഒരുപാട് ഭാഷ, ഒരുപാട് അൽഫാദുകളും ഒരുപാട് ബലാഗത്തും സാഹിത്യമൊക്കെ ഉള്ള ഒരു ഭാഷയാണ്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അതൊന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഈ ഒരു അറബി ഭാഷയിൽ നന്നായിട്ട് പഠിച്ച, നന്നായിട്ട് ബോധമുള്ള ഒവ്വാസ്, ഈ അറബി ഭാഷയിൽ എന്താണ് നന്നായിട്ട് പാണ്ഡിത്യമുള്ള ആളുകളോട് അറബി ഭാഷയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കുക. പിന്നീട് അറബി ഭാഷ അതിൻ്റെ മക്കളോട് അഥവാ അറബി സംസാരിക്കുന്നവരോട് വളരെ കാരുണ്യത്തോടു കൂടെ പറയാണ്, വയാ വൈഹാക്കും അബുലാ വതബുലാ മഹാസിനി. എൻ്റെ ഈ ഭംഗിയും അതേപോലെ തന്നെ പ്രഭാവവും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എന്താണ് പറയുന്നു. അഥവാ അറബി ഭാഷ ഇപ്പോൾ ബലഹീനമാണ് എന്ന് അറബികൾ തന്നെ പറയുന്നു. പക്ഷേ ഒമിൻകും, നിങ്ങളിലുണ്ട് അസാത്തി, ഒരു ഡോക്ടറുണ്ട്. അഥവാ നിങ്ങളിൽ നിന്ന് ഒരു അറബി എന്താണ് എൻ്റെ ഈ സൗന്ദര്യവും എല്ലാം മനസ്സിലാക്കുന്ന ഒരാൾ വരും. വൈൻ അസ്സദവാവു, എൻ്റെ ഈ പ്രഭാവവും എൻ്റെ ഈ സൗന്ദര്യവും എല്ലാം എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു മരുന്ന് വളരെയധികം വിരളമാണ്, കുറവാണ്. എങ്കിലും ഒമിനിക്കും നിങ്ങളിലുണ്ട് അസാത്തി, ഒരു ഡോക്ടറുണ്ട്. അഥവാ ഇന്നത്തെ കാലത്ത് എനിക്ക് വളരെയധികം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് എന്ന് അറബികൾ തന്നെ പറയുന്നു. പക്ഷെ അറബികളുടെ കൂട്ടത്തിൽ അറബി ഭാഷ മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ ഉറപ്പായിട്ടും വരും. എൻ്റെ ഈ ഒരു സൗന്ദര്യമെല്ലാം അവർ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ തിരിച്ചു കൊണ്ടുവരൽ വളരെ വിരളമാണെങ്കിലും ശരി. ഫലാ തക്കിലൂനി ലിസമാനി, നിങ്ങൾ കാലത്തിന് എന്നെ ഉപേക്ഷിച്ച് കൊടുക്കരുത്, ഒഴിവാക്കി കൊടുക്കരുത്. ഫൈനനി അഹാഫു അലൈക്കും, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനി അഹാഫു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നുണ്ട്. അൻ തഹീന വഫാത്തി, എൻ്റെ മരണം അടുക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഞാനെങ്ങാനും മരിച്ചാൽ, അറബി ഭാഷ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ അറബികൾക്ക് നഷ്ടപ്പെടുന്നത് എന്താ, അവരുടെ ഐഡന്റിറ്റി തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അറാലി റിജാലി ഓർബി ഇസ്സം വമൻഅതൻ, നിങ്ങളെന്താണ് ഈ അറബികൾ, ഈ പാശ്ചാത്യർക്ക്, യൂറോപ്യന്മാർക്ക് വളരെയധികം ഇസ്സത്തുണ്ട്, പ്രതാപമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നു. വകം അസ്സ അഖ്വാമും ബിഇസ്സി ലുആത്തിൻ, എത്രയെത്ര സമുദായങ്ങളാണ് അവരുടെ ഭാഷ കൊണ്ട് വളരെയധികം പ്രതാപരായിട്ടുള്ളത്. അഥവാ ഒരു ഭാഷ പ്രതാപമാവുമ്പോൾ ആ ഭാഷ സംസാരിക്കുന്നവരും ഒരു പ്രഭാവത്തിൽ എത്തുന്നുണ്ട്. ഭാഷയുടെ സൗന്ദര്യമാണ് അത് സംസാരിക്കുന്ന ആളുകളുടെയും സംസാരം. അതോ അഹ്ലഹും ബിൽ മുഅ്ജിസാഹി തഫന്നുന, ഇവരെന്താണ് അറബികൾ പാശ്ചാത്യരെ നോക്കുമ്പോൾ ഈ പാശ്ചാത്യർ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫയാലൈതക്കും തൂന ബിൽ കലിമാത്തി, നിങ്ങൾക്കും അത്തരത്തിലുള്ള ഒരുപാട് വാക്കുകളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാഷയിൽ കൊണ്ടുവന്നൂടെ. അയുത്രിബിക്കും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, മിൻ ജാനിബിൽ ഓറബിൻ ആയിബുൻ യുനാദി, ഈ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഒരു മോശം സംസാരം പറയുന്നവൻ വിളിച്ചു പറയുന്നുണ്ട്. ബിവദി ഫി റബി ഹയാത്തി, എൻ്റെ ജീവിതത്തിൻ്റെ വസന്തകാലത്തിൽ തന്നെ എൻ്റെ മരണത്തെക്കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട്. അഥവാ പാശ്ചാത്യർ അവരെന്താണ് അറബി ഭാഷയുടെ മരണം, അറബി ഭാഷയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഈ യൂറോപ്യന്മാരുടെ ഇംഗ്ലീഷ് ഭാഷ അറബിയിലും കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു വിജയത്തെ നീ ആഗ്രഹിക്കുന്നുണ്ടോ? വലോ തസ്റ്റുറൂന തൊയർ അയോമൻ, നിങ്ങൾ ഒരു ദിവസം ഒരു പക്ഷിയെ വിട്ട് കഴിഞ്ഞാൽ, അഥവാ പക്ഷി ലക്ഷണം നോക്കുക എന്ന് പറയും. ഒരു പക്ഷിയെ വിട്ട് കഴിഞ്ഞാൽ അത് വലത് ഭാഗത്തേക്ക് പറന്നു കഴിഞ്ഞാൽ നല്ലതും ഇടത് ഭാഗത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മോശവുമാണ് എന്ന് അറബികളുടെ ഒരു വിശ്വാസമുണ്ട്. അതാണ് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ഒരു ലക്ഷണം നോക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷിയെ വിട്ട് കഴിഞ്ഞാൽ അലിംതും ബിമാ തഹ്തഹു മിൻ അസ്റത്തിൻ വശാത്താത്തിൻ, അതിനിടയിലുള്ള ഒരുപാട് ഭിന്നതകളും അതേപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അഥവാ നിങ്ങൾ ഈ അറബി ഭാഷ മുറുകെ പിടിക്കാത്തത് കൊണ്ട് നിങ്ങൾ അറബികൾ തന്നെ എന്താകും, ഛിന്ന ഭിന്നമായി പോകും. സഖല്ലാഹു ഫി ബത്നിൽ ജസീറത്തി അദുമ, ഈ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ അറബി ഭാഷയെ നല്ലപോലെ അറിയുന്ന ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിപ്പിക്കുന്നു. അത് യഅ്സു അലൈഹ അൻ തലീല കനാത്തി, അവരുടെ മേൽ എന്താണ് ഇന്ന് എന്നെ ശക്തിപ്പെടുത്തൽ എന്താണ് അവരുടെ മേൽ പ്രയാസമാണ്. കാരണം അവരൊന്നും എന്തല്ല ഇന്നില്ല. അവരുടെ മരണസമയത്ത് പോലും ആ അറബിയെ നന്നായിട്ട് ഉപയോഗിച്ചിരുന്ന ആളുകൾ, കവികൾ, അവരെന്താണ് അവരുടെ മരണസമയത്ത് പോലും എന്നോടുള്ള സ്നേഹം അവർ കാത്തുസൂക്ഷിച്ചിരുന്നു. എൻ്റെ ഹൃദയത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ദുഃഖം, അവരുടെ മരണത്തിലുള്ള ദുഃഖം എൻ്റെ ഹൃദയത്തിൽ എന്നും ഞാനും സൂക്ഷിക്കും. വഫാഹർത്തു അഹ്ലൽ ഓറബി, ഈ പാശ്ചാത്യരുമായിട്ട് ഞാൻ മത്സരിച്ചിരുന്നു. വശർക്കു മുത്രിക്കുൻ ഹയാം ബിതിൽകൽ ആദുമിൻ നഖ്റാത്തി, എനിക്ക് വേണ്ടിയിട്ട് മത്സരിച്ച നിങ്ങളുടെ പിതാക്കന്മാർ, ആ പിതാക്കന്മാർ നന്നായിട്ട് അറബി ഭാഷ ഉപയോഗിച്ചവർ, അവരെ ആലോചിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളെന്താണ് ഈ കിഴക്കിലുള്ള ആളുകൾ തല താഴ്ത്തേണ്ട അവസ്ഥയാണ്. അഥവാ പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ അറബിയെ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. അവരെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെല്ലാം നാണം കാരണത്താൽ തല താഴ്ത്തേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അറാഖുല്ല യോമിൻ ബിൽ ജറായിദി മസ്ലക്ക, ഓരോ ദിവസങ്ങളും പത്രത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആർട്ടിക്കിളുകൾ കാണുന്നുണ്ട്. മേൽ കബരി യുദിനീനി ബിഗൈരി അനാത്തിൻ, ഒരു താമസവും കൂടാതെ എൻ്റെ കബറിലേക്ക് എന്നെ അടുപ്പിക്കുന്നതായിട്ടുള്ള ലേഖനങ്ങളാണ് അതിലൊക്കെ വരുന്നത്. അഥവാ ആ ലേഖനങ്ങളിലൊക്കെ അവർ നാടൻ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, സാഹിത്യ അറബി ആരും ഉപയോഗിക്കുന്നില്ല.
വാസ്മാഉലിൽ കുത്താബി ഫി മിസ്ര ലജ്ജത്തൻ, ഈ മിസ്രിലുള്ള ഈജിപ്തിലുള്ള എഴുത്തുകാർ അവരെന്താണ് ഒരു അട്ടഹാസം അട്ടഹസിക്കുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. അത് അവർ സംസാരിക്കുന്നത് എന്താണ്? ഈ നാടൻ അറബിയിലാണ്. ആ നാടൻ അറബി എന്താ ഒരു അട്ടഹാസം പോലെയാണ് ഞാൻ കേൾക്കുന്നത്. ഫാലം അന്ന സ്വായന നുവാതി, ആ അട്ടഹസിക്കുന്ന ആളുകൾ എൻ്റെ മരണവാർത്തയാണ് അറിയിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഥവാ ഈ നാടൻ അറബി എന്താണ്? ഈ സാഹിത്യ അറബിയുടെ മരണത്തിന്റെ സൂചനയാണ്. അയഹ്ജുർനി കൗമി, എൻ്റെ സമുദായം എന്നെ വിട്ടു പോവുകയാണോ? അഫല്ലാഹു അൻഹും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഇലാ ലുഗത്തിൻ ലം തത്തസിൽ ബി റുവാത്തിൻ, ഒരു രേഖപ്പെടുത്തലുകളും ഇല്ലാത്ത ഈ നാടൻ അറബിയിലേക്ക് അവരെന്താണ്? എൻ്റെ സമുദായം എന്നെയും വിട്ട്, സാഹിത്യ അറബിയും വിട്ട് നാടൻ അറബിയിലേക്ക് പോവുകയാണോ? എങ്ങനെയുള്ള നാടൻ ഭാഷയാണ്? സറത്ത് ലൗസത്തുൽ ഇഫ്രീജി ഫീഹ, ഈ അനറബി പദങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട്. കമാസറ ലുആബുൽ അഫായി ഫി മസീലിൽ ഫുറാത്തി, ഈ നല്ല തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഈ പാമ്പിന്റെ വിഷം കലരുന്നത് പോലെ ഈ സാഹിത്യ അറബിയിൽ നാടൻ അറബിയിൽ അല്ലെങ്കിൽ അറബിയിൽ ടോട്ടലായിട്ട് മറ്റുള്ള അനറബി പദങ്ങളൊക്കെ കൂടിക്കലർന്നിട്ടുണ്ട്. അത്തരത്തിൽ അങ്ങനെ കൂടിക്കലർന്ന നാടൻ അറബിയിലേക്കാണ്, നല്ല അറബി ഭാഷയിൽ അനറബി പദങ്ങളൊക്കെ കൂടിക്കലർന്നിട്ടാണ് ഈ നാടൻ ഭാഷ ഉണ്ടായിട്ടുള്ളത്. ഈ നാടൻ ഭാഷയിലേക്കാണ് അവർ പോകുന്നത്. ഫജാദ് കഥൗബിൻ ദൊമസബൈന റുക്കാത്തൻ, വ്യത്യസ്തമായിട്ടുള്ള കളറുകളുള്ള ഒരു വസ്ത്രം പോലെയാണ് ഈ നാടൻ അറബി. അഥവാ അനറബി പദങ്ങളും മറ്റു ഭാഷയിൽ നിന്നുള്ള പദങ്ങളൊക്കെ കൊണ്ട് ഈ നാടൻ ഭാഷ വളരെ മോശം ഭാഷയാണ്. അഥവാ ഒരുപാട് ഭാഷയിൽ നിന്നുള്ള വാക്കുകളൊക്കെ കൂടി കലർന്നിട്ടുള്ള വ്യക്തമായിട്ടുള്ള അറബിയല്ല ഈ ഒരു നാടൻ അറബി എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു അറബി ഈ സാഹിത്യകാരന്മാർക്കും എഴുത്തുകാരന്മാരിലേക്കൊക്കെ കൂടിക്കലർന്നിട്ടുണ്ട്. പിന്നീട് അവരെന്താണ്? ഹാഫിലുൻ, ഒരുമിച്ച് കൂടിയ ജനങ്ങളെ വസസ്തു റജായി, ഞാൻ എൻ്റെ പ്രതീക്ഷയെ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ മുമ്പിൽ വിരിച്ചു വെക്കുകയാണ്. ബാദ വസ്തി ഷക്കാത്തി, ഇതുവരെ ഞാൻ ഒരുപാട് കംപ്ലൈൻറ്റുകൾ, ഒരുപാട് പരാതികൾ പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ ആഗ്രഹത്തെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുകയാണ്. അഥവാ ഈ അറബിക് എഴുത്തുകാരൊക്കെ ഈ സാഹിത്യ അറബിയിലേക്ക് തിരിച്ചു മടങ്ങും എന്ന് അവൾ പ്രതീക്ഷിക്കുകയാണ്. ഫൈമ ഹയാത്തുൻ തുബാസുൽ മൈതഫിൽ ബില, മരണത്തിനായിട്ടുള്ള ഒരു മരിച്ചവനെ ഈ ജീവിതത്തിനെ ജീവിപ്പിക്കാൻ കഴിയുന്നത് പോലെ ആ ഒരു ഖബറിന്റെ മേൽ എൻ്റെ ശരീരം, എൻ്റെ ഭൗതിക ശരീരം എന്താകും? മുളച്ചു വരും. അഥവാ നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഒഴിവാക്കി എന്നെ നല്ലപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാനെന്താണ്? നല്ലപോലെ തിരിച്ചു വരികയും ചെയ്യും. വൈമാ മമാത്തുൻ, അതായത് അത്തരത്തിൽ നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, എന്നെ നല്ലപോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് തിരിച്ചു വരാൻ കഴിയും. അങ്ങനെയല്ലെങ്കിൽ എന്താണ്? മമാത്തുൻ ലാ ഖീമത ബഅദഹു, ഒരു മൂല്യവുമില്ലാത്ത മരണമായിരിക്കും എനിക്ക്. ലാംരി, എൻ്റെ ജീവിതമാണേ സത്യം. ലം യുഖസ്വി മവാത്തിൻ, അത് മറ്റുള്ള മരണങ്ങളോട് സാദൃശ്യപ്പെടുകയില്ല. മറ്റൊരു മരണത്തിനും സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു മരണമായിരിക്കും നിങ്ങൾ ഈ അറബി ഭാഷയെ തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ അറബി ഭാഷയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.